എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഒരു സവാള ഇത്തിരി വലിയ കഷ്ണമായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കിനും ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-3 കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ 4 വറ്റൽ മുളകാണ് ഇടുന്നത്. നമ്മുടെ മുളക് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വറ്റൽ മുളകാണ് ഇട്ടത്. വറ്റൽ മുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു തക്കാളി, അതിൻ്റെ തൊലി കളഞ്ഞതാണ്. തൊലി കളഞ്ഞിടുമ്പോഴാണ് എനിക്ക് ചട്നിക്ക് ഇച്ചിരി കൂടി നല്ല രുചി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞ് ഒരു തക്കാളി കട്ട് ചെയ്ത് അതും കൂടി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത്തിരി കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞ് ഞാൻ അടപ്പൊക്കെ തുറന്ന് പറ്റാവുന്നത്രയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ രുചിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.